മുൻമന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന ദാമോദരൻ കാളാശ്ശേരിയുടെ 7ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചേർത്തലയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. 7ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ചേർത്തല NSS യൂണിയൻ ഹാളിൽ വെച്ചാണ് നടന്നത്. മാരാരിക്കുളം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അശോകൻ കാളാശ്ശേരി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി സ്പീക്കർ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ B.R. അംബേദ്കർ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ലോകം അംഗീകരിച്ച ഒരു പ്രതിഭയാണെന്ന് ഈ ഭരണഘടന എഴുതുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത്. ആ ഭരണഘടന എഴുതി ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് എഴുതി ഉണ്ടാക്കിയതല്ല. അത് വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനയിലൂടെ പഠനം നടത്തിയിട്ട് നമുക്ക് ഉൾക്കൊള്ളാവുന്നത് നമ്മുടെ വൈവിധ്യം, നമ്മുടെ വിവിധമായിട്ടുള്ള ഭാഷകൾ, വൈവിധ്യമുള്ള സംസ്കാരങ്ങൾ, മതങ്ങൾ, ഇതിൻ്റെ എല്ലാം ആഹാര രീതികൾ, ഇതിൻ്റെ എല്ലാം നടുവിൽ നിന്ന് ഇന്ത്യയിലുള്ളവരെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി രൂപം കൊടുത്ത നമ്മുടെ ഭരണഘടന വേണ്ടാത്ത മറ്റു ഭരണഘടനകൾ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടാത്തതങ്ങ് മാറ്റിവെക്കും. നമുക്ക് വേണ്ടുന്നതെല്ലാം എടുത്ത് ലോകത്തെ തന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഭരണഘടനയാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഓർമ്മിച്ചു പോകുന്ന ഒരു പേരുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന എഴുതുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അംഗങ്ങളായിരുന്ന 3 വനിതകളുണ്ട്. എല്ലാവർക്കും അറിയാം. അമ്മു സ്വാമിനാഥനുണ്ട്, ആനി മസ്കറിൻ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാൾ ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന ഒരു മഹതിയാണ്. E.D. തോമസ് MLA മുഖ്യപ്രഭാഷണം നടത്തി. DCC ജില്ലാ പ്രസിഡന്റ് K. ബാബു പ്രസാദ്, KPCC വൈസ് പ്രസിഡന്റ് A.A. ഷുക്കൂർ, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് H. ശരത് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.